2050 ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ മരിച്ചുപോയ മനുഷ്യരുടെ പ്രൊഫൈലുകളായിരിക്കും അത്രേ ഉണ്ടാവുക. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡിജിറ്റൽ സ്വത്തുക്കൾ, അതായത് നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റുകൾ, ബിസിനസ് ഇമെയിലുകൾ, മോണിറ്റൈസ് ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഇവയൊക്കെ ആർക്ക് കൈമാറണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയമപരമായി തീരുമാനിക്കുന്ന സിസ്റ്റം. അതായത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ വിറ്റ് പണമുണ്ടാക്കിയ ടെക് കമ്പനികൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമായി വെക്കാൻ നിങ്ങളിൽ നിന്ന് വീണ്ടും പണം ഈടാക്കും. ഒരാളുടെ മരണം കൊണ്ട് പോലും ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഡാർക്ക് അടിക്കില്ലേ എന്നാണോ ആലോചിച്ചത്? എങ്കിലൊരു ഇത്തിരി നേരം ഇതൊന്ന് കേട്ടിട്ട് പോകും. സംഗതി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്നേ. ഇന്നലെ വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ഞാനൊരു കോട്ട് കണ്ടു. മരിച്ചുപോയവരുടെ അക്കൗണ്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടോ, അവരുടെ മെസ്സേജുകൾ വീണ്ടും വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ. സംഭവം കുറച്ച് ഇമോഷണൽ ആയിരുന്നെങ്കിലും ഞാൻ എന്തൊരു ദുഷ്ടയാണെന്ന് നോക്കണേ. എൻ്റെ ചിന്ത പോയത് മരിച്ചുപോയവരുടെ അക്കൗണ്ടുകൾക്ക് പിന്നെ എന്ത് സംഭവിക്കും, ആ അക്കൗണ്ടുകൾ വെച്ച് എന്തെങ്കിലും ബിസിനസ് സാധ്യത ഉണ്ടാകുമോ എന്നൊക്കെയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഫേസ്ബുക്ക് ഫോട്ടോസ്, വാട്സപ്പ് ചാറ്റുകൾ, ഗൂഗിൾ ഡ്രൈവിലെ പേഴ്സണൽ ഫയലുകൾ, ഇവയൊക്കെ എവിടെ പോകും? നമ്മളില്ലാതായാലും നമ്മുടെ ഡിജിറ്റൽ അടയാളങ്ങൾ ഈ ഇൻ്റർനെറ്റ് ലോകത്ത് അങ്ങനെ തന്നെ അവശേഷിക്കും. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന സെമിത്തേരികൾ പോലെ ക്ലൗഡ് സ്റ്റോറേജുകളിൽ രൂപപ്പെടുന്ന വമ്പൻ ഡിജിറ്റൽ ശ്മശാനങ്ങൾ. പക്ഷേ ഇവിടെ ഒരു വമ്പൻ ബിസിനസ് അവസരമുണ്ടെന്ന് പറഞ്ഞാലോ? നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ ഡേറ്റ ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഒരു സംഘം അണിയറയിൽ സജീവമാണ്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലൊക്കെ തോന്നും. എന്നാൽ വരും തലമുറയെ നിയന്ത്രിക്കാൻ പോകുന്ന ശതകോടികൾ ഒഴുകുന്ന ഒരു പുതിയ ആഗോള വിപണിയുടെ കഥയാണിത്. സോ വെൽക്കം ടു ദി പ്രോഫിറ്റ് ന്യൂസ്. പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ ഒരു ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ 2050 ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ മരിച്ചുപോയ മനുഷ്യരുടെ പ്രൊഫൈലുകളായിരിക്കും അത്രേ ഉണ്ടാവുക. ചിന്തിച്ചു നോക്കിയേ, കോടിക്കണക്കിന് മരിച്ച ആളുകളുടെ അക്കൗണ്ടുകൾ. ഇതൊരു ചെറിയ കണക്കല്ല. വെറും ഒരു പ്രൊഫൈൽ പേജ് എന്നതിനും അപ്പുറം ഗിഗാബൈറ്റുകളും ടെറാബൈറ്റുകളും നീളുന്ന വമ്പൻ ഡിജിറ്റൽ അവശിഷ്ടങ്ങളാണ്, അഥവാ ഡിജിറ്റൽ റിമൈൻസ് ആണ് ഓരോ മനുഷ്യനും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്. ഫോട്ടോസ്, വീഡിയോസ്, വോയിസ് നോട്ടുകൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, അങ്ങനെയെല്ലാം. സാധാരണക്കാരായ നമ്മൾ വിചാരിക്കുന്നത് ഒരാൾ മരിച്ചാൽ ആ അക്കൗണ്ട് അവിടെ തീർന്നു എന്നാണ്. എന്നാൽ ടെക് ഭീമന്മാരായ മെറ്റയും ആൽഫബെറ്റും മൈക്രോസോഫ്റ്റും കാണുന്നത് ഇവിടെ ഒരു വമ്പൻ ബിസിനസ് സാധ്യതയാണ്. ഈ വൺ ടൈം യൂസർമാർ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ സൂക്ഷിച്ചു വെക്കാൻ മാത്രം വരും കാലത്ത് ഭീമമായ ഡേറ്റ സ്റ്റോറേജ് ആവശ്യമായി വരും. ആ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ നിയന്ത്രിക്കുന്നവർക്ക് ഇതൊരു സ്വർണ്ണ ഖനിയാണ്. എന്നാൽ അതിലും വലിയൊരു ബിസിനസ് സാമ്രാജ്യം മറ്റൊരു വശത്ത് വളരുന്നുണ്ട്. അതാണ് ഡിജിറ്റൽ ലീഗസി മാനേജ്മെൻറ്റ്. എന്താണ് ഈ ഡിജിറ്റൽ ലെഗസി മാനേജ്മെൻറ്റ്? വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ സജീവമായി കഴിഞ്ഞ ഒരു പുത്തൻ ബിസിനസ് മോഡലാണിത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡിജിറ്റൽ സ്വത്തുക്കൾ, അതായത് നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റുകൾ, ബിസിനസ് ഇമെയിലുകൾ, മോണിറ്റൈസ് ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഇവയൊക്കെ ആർക്ക് കൈമാറണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയമപരമായി തീരുമാനിക്കുന്ന സിസ്റ്റം. പണ്ടൊക്കെ ആളുകൾ മരിക്കുന്നതിന് മുൻപ് സ്വത്തുക്കൾ എഴുതി വെക്കാൻ വക്കീലിനെ കണ്ട് വിൽപത്രം തയ്യാറാക്കുമായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് കാലം മാറി. ന്യൂയോർക്കിലെയും ലണ്ടനിലെയും വലിയ ബിസിനസ്സുകാർ ഇപ്പോൾ തയ്യാറാക്കുന്നത് ഡിജിറ്റൽ വിൽ അഥവാ ഡിജിറ്റൽ വിൽപത്രങ്ങളാണ്. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിനായി മാത്രം പ്രവർത്തിക്കുന്ന ആഗോള സ്റ്റാർട്ടപ്പുകൾ പോലും ഇപ്പോൾ വിപണിയിലുണ്ട്. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അക്കൗണ്ടുകൾ ആര് നിയന്ത്രിക്കണമെന്ന് ഈ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിക്കാം. പക്ഷേ ഇതൊരു ഫ്രീ സർവീസ് അല്ല. ഇതിനായി വൻ തുകയാണ് ഈ കമ്പനികൾ ഈടാക്കുന്നത്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ വിറ്റ് പണമുണ്ടാക്കിയ ടെക് കമ്പനികൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമായി വെക്കാൻ നിങ്ങളിൽ നിന്ന് വീണ്ടും പണം ഈടാക്കും. ഇനി നമ്മുടെ ഈ ഡിജിറ്റൽ മരണാനന്തര ബിസിനസ്സിൽ നിന്ന് സാധാരണക്കാരായി നമുക്ക് എങ്ങനെ പണമുണ്ടാക്കാം? ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളാണ് ഇതിലൂടെ വളരാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. ഒന്നാമതായി, വൻകിട ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സ്. കോടിക്കണക്കിന് ആളുകളുടെ ഡേറ്റ പതിറ്റാണ്ടുകളോളം ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കണമെങ്കിൽ ഭീമാകാരമായ ഡേറ്റ സെന്ററുകൾ ആവശ്യമാണ്. ആമസോൺ വെബ് സർവീസസ്, മൈക്രോസോഫ്റ്റ് അസോർ, ഗൂഗിൾ ക്ലൗഡ് തുടങ്ങിയ ഗ്ലോബൽ ഭീമന്മാർക്ക് പുറമെ ഇന്ത്യയിൽ ഡേറ്റ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ വരും കാലത്ത് വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, സൈബർ സെക്യൂരിറ്റി. ഇതാണ് ഏറ്റവും നിർണായകമായ വശം.
മരിച്ചുപോയ ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇമെയിലുകളും ഹാക്ക് ചെയ്ത് അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ക്രിപ്റ്റോ വാലറ്റുകളിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഗോസ്റ്റ് ഹണ്ടിങ് അഥവാ ഡിജിറ്റൽ കല്ലറ കൊള്ളയടിക്കൽ ഇപ്പോൾ വ്യാപകമാണ്. ഇത് തടയാൻ അത്യാധുനിക AI അധിഷ്ഠിത സൈബർ സെക്യൂരിറ്റി നൽകുന്ന കമ്പനികൾക്ക് ഡിമാൻഡ് കുതിച്ചുയരും. മൂന്നാമതായി, ഡിജിറ്റൽ വിൽപത്രം തയ്യാറാക്കുന്ന ഫിൻടെക് സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യയിൽ പോലും ഇപ്പോൾ പരമ്പരാഗത ലീഗൽ ഫേമുകൾക്ക് പകരം ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് നടത്തുന്ന ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ നിക്ഷേപങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മേഖലയിലെ സീഡ് സ്റ്റേജിലുള്ള കമ്പനികളെ നോക്കിവെക്കുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് ഗുണം ചെയ്യും. ഇതുവരെ വളരെ ശരിയാണെങ്കിലും ഇതിന് വേറൊരു വശമുണ്ട്. ഒരു സാമ്പത്തിക നിക്ഷേപ വിഷയം എന്നതിനപ്പുറത്തേക്ക് ചെറിയൊരു ധാർമ്മികതയുടെ പ്രശ്നം കൂടി വരുന്നില്ലേ എന്നൊരു സംശയം. അതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞ പോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഡേറ്റ അവിടെ ശേഷിക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മളെപ്പോലെ തന്നെ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന ഒരു AI ക്ലോൺ അഥവാ ഒരു ഡിജിറ്റൽ പേഴ്സണാലിറ്റി നിർമ്മിക്കാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. നിങ്ങൾ എഴുതിയ പഴയ ചാറ്റുകളും നിങ്ങളുടെ ശബ്ദവും വിശകലനം ചെയ്ത് നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാർ. ചില വിദേശ കമ്പനികൾ ഇതിനകം തന്നെ ഈ ഗ്രീഫ് ടെക് അല്ലെങ്കിൽ മരണാനന്തര AI സേവനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ വോയിസ് ക്ലോൺ ഉപയോഗിച്ച് കമ്പനികൾക്ക് പരസ്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ പുതിയ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങളെന്ന വ്യക്തി ഇല്ലാതായാലും ആഗോള കോർപ്പറേറ്റുകൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ഒരു വരുമാന മാർഗമായി തുടരും എന്നർത്ഥം. കേൾക്കുമ്പോൾ കുറച്ച് പേടി തോന്നുന്ന കാര്യമാണെങ്കിലും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഇതിനൊരു പരിഹാരവുമുണ്ട്. സ്മാർട്ടായ ഒരു ഇൻ്റർനെറ്റ് യൂസർ എന്ന നിലയിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ആപ്പിളിൻ്റെ ഡിജിറ്റൽ ലീഗസി ഫീച്ചറാണ്. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകൾ, മെസ്സേജുകൾ, നോട്ട്സ് തുടങ്ങിയ ഡേറ്റകൾ ആർക്ക് കൈമാറണമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിക്കാം. ഇതിനായി ആപ്പിൾ സെറ്റിംഗ്സിൽ ലെഗസി കോൺടാക്റ്റായി നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പേര് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ശേഷം അവർക്കൊരു പ്രത്യേക ആക്സസ് കീ വഴി നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമായി തുറക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, ഗൂഗിളിൻ്റെ ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജറാണ്. നമ്മുടെ ജിമെയിൽ, യൂട്യൂബ് ചാനൽ, ഗൂഗിൾ ഫോട്ടോസ് എന്നിവയൊക്കെ ഇതിൽ വരും. നിങ്ങൾ 3 മാസമോ 6 മാസമോ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ഇനാക്റ്റീവായി ഗൂഗിൾ കണക്കാക്കും. ആ നിമിഷം നിങ്ങളുടെ ഡേറ്റകൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യപ്പെടണോ അതോ നിങ്ങളുടെ വിശ്വസ്തനായ സുഹൃത്തിനോ കുടുംബാംഗത്തിനോ കൈമാറണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ ഞാൻ അതുമായിട്ട് വരാം. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ പേഴ്സണൽ ഫോട്ടോകളും ഡേറ്റയും ക്ലൗഡിൽ ഇത്തരം കമ്പനികളുടെ ലാഭത്തിനായി അങ്ങനെ തന്നെ കിടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ കർശനമായ നിയമങ്ങൾ വരേണ്ടതുണ്ടോ? അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കോണ്ടന്റ് ഇൻഫർമേറ്റീവ് ആയെന്ന് തോന്നിയാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.